എല്ലാവരും താഴെ അതെ, ഞാൻ സ്പീക്കർ ഇലക്ഷന് പോകുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭവനത്തിൽ, തിരുവനന്തപുരത്തെ വീട്ടിൽ, പുതുപ്പള്ളി ഭവനത്തിൽ ഞാൻ പോയിരുന്നു.
കുടുംബാംഗങ്ങളെ എല്ലാവരെയും കണ്ടു. ചാണ്ടിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ കല്ലറയിൽ വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധബുദ്ധിയായിരുന്നു. ഞാൻ മാത്രമല്ല, ഒരു ജീവിതകാലം അത്രയും ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ കുര്യൻ ജോയി, അദ്ദേഹവും ഞങ്ങളുടെ രണ്ടാളും കൂടി ഒരുമിച്ചാണ് ഇവിടെ എത്തിയത്. അതൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. 1-2 വർഷമല്ല, എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സിലെത്തുന്നത്. കുര്യൻ ജോയി, ഉമ്മൻചാണ്ടി, ഞങ്ങളെല്ലാവരും വളരെ കൃത്യതയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ആ കാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ കല്ലറയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. പുതിയ ഉത്തരവാദിത്തത്തിൽ രാഷ്ട്രീയം പറയുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള നിങ്ങൾ നിയന്ത്രണത്തിലേക്ക് ഒന്നും വരയ്ക്കാതിരുന്നാൽ മതി. കൃത്യമായിട്ട് തന്നെ പോകും. ഭരണഘടനാപരമായി പോവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് നിറവേറ്റും. ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് ഏകോപനം ഉണ്ടാകണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ പുതിയ സമീപനം ഉണ്ടാകണം. സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ആ മാനസികാവസ്ഥ ഗുണം ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പൊതുവികാരത്തോടു കൂടി പോകാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട്. ആ മേഖലകൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ കക്ഷി നേതാക്കന്മാരുടെയും മറ്റാളുകളുടെയും എല്ലാം സഹകരണം വേണം. ഗവൺമെൻറ് നിശ്ചയമായും അതിനുള്ള പൂർണ്ണമായി സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു പുതിയ അപ്രോച്ച്, പുതിയ സമീപനം, ഒരു പുതിയ കാഴ്ചപ്പാട്, അതോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിയമസഭയിലെ യുവാക്കളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ 71 പുതുമുഖങ്ങളാണ്. കേരള നിയമസഭയിൽ 140 ആളുകളാണ് മൊത്തം ഉള്ളത്, ഞാനടക്കം. അതിൽ 71 പേര് പുതുമുഖങ്ങളാണ്. ആ 71 പേരെയും പ്രാപ്തരാക്കി ഒരു നിയമസഭാ നടപടിക്രമങ്ങളിൽ ഉൾക്കൊള്ളിക്കുക, അവരെയും കൂടി ചേർത്ത് പോകുക, ചേർത്ത് പിടിച്ച് നീങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ലക്ഷ്യം. അത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാവരെയും നല്ല ഭംഗിയായിട്ട് ഈ കാര്യങ്ങളിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് അതുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.